നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെട്ടതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും മുന്നണിക്കുള്ളിലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം കടുത്ത അതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, അതിലുപരി കോഴിക്കോട് ജില്ലയിലെ പാർട്ടിക്ക് നേരിടേണ്ടി വന്ന അവഗണന വരും ദിവസങ്ങളിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന തരത്തിലേക്ക് വളരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കേരള കോൺഗ്രസ് എം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറ്റ്യാടി, പേരാമ്പ്ര സീറ്റുകൾ CPM തന്നെ ഏറ്റെടുത്തതാണ് നിലവിലെ വിവാദങ്ങൾക്ക് ആധാരം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് മലബാർ മേഖലയിൽ ക്രിസ്തീയ കുടിയേറ്റ മേഖലകളിൽ ഇടതുമുന്നണിക്ക് വലിയ കരുത്തു പകർന്നിരുന്നു. ഈ സ്വാധീനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും അതിനാൽ തങ്ങൾക്ക് അർഹമായ സീറ്റുകൾ ലഭിക്കുമെന്നും ജോസ് കെ മാണി വിഭാഗം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും അനുവദിക്കാത്ത സാഹചര്യം വലിയ രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു. CPM തങ്ങളോട് വിശ്വാസവഞ്ചന കാട്ടിയെന്നാണ് കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാക്കളുടെയും അണികളുടെയും ഏകകണ്ഠമായ അഭിപ്രായം. കുറ്റ്യാടി സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ തവണ കുറ്റ്യാടി സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകാൻ ഇടതു മുന്നണി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ പ്രാദേശിക CPM പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങുന്ന അസാധാരണമായ കാഴ്ചയാണ് കേരളം കണ്ടത്. മുന്നണി മര്യാദ പാലിച്ച് തങ്ങൾക്ക് ലഭിച്ച സീറ്റ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജോസ് കെ മാണി വിഭാഗം വിട്ടു നൽകി. പകരം അവിടെ മത്സരിച്ച CPMന്റെ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ വിജയിക്കുകയും ചെയ്തു. അന്ന് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ മാണി ഗ്രൂപ്പിന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു വാക്ക് നൽകിയിരുന്നു: അടുത്ത തവണ കുറ്റ്യാടി സീറ്റ് തിരിച്ചു നൽകുമെന്നത്. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നിലവിലെ MLA ആയ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെ തന്നെ വീണ്ടും അവിടെ നിശ്ചയിച്ചതോടെ CPM നേതൃത്വത്തിന്റെ ഉറപ്പുകൾ വെള്ളിവരകളായി മാറിയെന്ന് മാണി വിഭാഗം കുറ്റപ്പെടുത്തുന്നു. ഇത് കേവലം ഒരു സീറ്റിന്റെ പ്രശ്നമല്ലെന്നും രാഷ്ട്രീയമായ അന്തസ്സും വിശ്വസ്തതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അവർ വാദിക്കുന്നു. കുറ്റ്യാടിക്ക് പകരമായി കേരള കോൺഗ്രസ് എം ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിച്ച സീറ്റായിരുന്നു പേരാമ്പ്ര. 1977 കേരള കോൺഗ്രസിന്റെ ഡോക്ടർ KC ജോസഫ് വിജയിച്ച മണ്ഡലം എന്ന നിലയിൽ പാർട്ടിക്ക് അവിടെ വൈകാരികമായ ബന്ധമുണ്ട്. ക്രിസ്ത്യൻ കുടിയേറ്റ വോട്ടുകൾ നിർണായകമായ പേരാമ്പ്രയിൽ മുഹമ്മദ് ഇക്ബാലിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് അദ്ദേഹം മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പേരാമ്പ്രയുടെ കാര്യത്തിൽ CPMനെ നയിച്ചത് രാഷ്ട്രീയമായ ഭയമാണ്. LDF കൺവീനർ TP രാമകൃഷ്ണനെ തന്നെ അവിടെ നിലനിർത്താനാണ് CPM തീരുമാനിച്ചത്. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. പേരാമ്പ്ര മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 5 എണ്ണത്തിലും LDFന് തിരിച്ചടി നേരിട്ടിരുന്നു. ഭരണത്തിലിരുന്ന 9 പഞ്ചായത്തുകളിൽ നിന്നും 4ലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിയത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. ഈ സാഹചര്യത്തിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാൾ വന്നാൽ മണ്ഡലം UDF പിടിച്ചെടുക്കുമെന്ന ആശങ്കയാണ് TP രാമകൃഷ്ണനെ വീണ്ടും രംഗത്തിറക്കാൻ CPMനെ പ്രേരിപ്പിച്ചത്. 13 സീറ്റുകളിലെങ്കിലും മത്സരിക്കാനാകുമെന്ന അണികൾക്ക് ജോസ് കെ മാണി ആത്മവിശ്വാസം നൽകിയിരുന്നു. എന്നാൽ സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ പാർട്ടിക്ക് ലഭിച്ച പരിഗണന കുറവാണെന്ന വികാരം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്തത് പാർട്ടി ചെയർമാന്റെ പരാജയമായി ഒരു വിഭാഗം കാണുന്നു. CPM ഒരു വലിയ ചേട്ടൻ മനോഭാവം കാണിക്കുന്നുവെന്നും മുന്നണി വിപുലീകരണത്തിന് നേതൃത്വം നൽകിയ തങ്ങളെ രണ്ടാം നിരക്കായി കാണുന്നുവെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പരാതി. തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടാകുന്ന അസംതൃപ്തി വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്ന ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്രയിലാണ് ഈ തിരിച്ചടി. കേരള കോൺഗ്രസ് എം പോലുള്ള ഒരു കേഡർ പാർട്ടിയെ പിണക്കുന്നത് മധ്യ തിരുവിതാംകൂറിലും മലബാറിലും ദോഷം ചെയ്യുമെന്നും CPM നേതൃത്വത്തിന് അറിയാം. എന്നിരുന്നാലും ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യത മാത്രം കണക്കിലെടുത്താണ് CPM ഈ കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിയത്. കേരള കോൺഗ്രസ് എം നേരിടുന്ന വെല്ലുവിളികളും നിരവധിയാണ്. UDFിൽ നിന്നും വലിയ അവകാശവാദങ്ങളുമായി വന്ന പാർട്ടിക്ക് LDFിൽ അർഹമായ ഇടം ലഭിക്കുന്നില്ല എന്ന തോന്നൽ മാറ്റിയെടുക്കുക, സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും സമാധാനിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക. CPM നേതാക്കൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ എങ്ങനെ മുന്നണി ബന്ധം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നത്. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ട ഈ വേളയിൽ ഇടതു മുന്നണിക്കുള്ളിലെ ഈ ശീതയുദ്ധം രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗം പരസ്യമായി പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ അതോ മുന്നണി താൽപര്യം മുൻനിർത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. CPM നേതൃത്വം ഉടൻ തന്നെ മാണി ഗ്രൂപ്പുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം. വിഷുവിന് മുൻപ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനാൽ പ്രചാരണത്തിന് സമയം വളരെ കുറവാണ്. അതിനാൽ തന്നെ തർക്കങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെയും കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവാകും.